നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ആസ്ട്രോ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ചന്ദ്ര ആശ്രയഫലമാണ്. ചന്ദ്രൻ മേടൻ രാശിയിൽ ആശ്രയിച്ചാലത്തെ ഫലം അനുഭവഫലമാണത്. അത് ജാതകമൊക്കെ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് കൊടുക്കാറുണ്ട്. അനുഭവഫലമായതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുൻപിൽ അത് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുകയാണ്. ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനമാവും. അതിൻ്റെ നിയമം ഇപ്പോൾ ചന്ദ്രനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ അറിയാലോ, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ദേഹമനോമാതൃകാരകനാണ്. ദേഹത്തിൻ്റെ പുഷ്ടി, അതേപോലെ തന്നെ മനസ്സിൻ്റെ സന്തുഷ്ടി, മനസ്സിൻ്റെ അവസ്ഥ, ഇതൊക്കെ പറയണം ചന്ദ്രനെ കൊണ്ടാണ്. അമ്മയെ ചിന്തിക്കുക ചന്ദ്രനെ കൊണ്ടാണ്, ജലം ചിന്തിക്കുക ചന്ദ്രനെ കൊണ്ടാണ്, മുത്ത് പോലെയുള്ള രത്നങ്ങളെ ചിന്തിക്കുക ചന്ദ്രനെ കൊണ്ടാണ്. അങ്ങനെ അനവധി വിഷയങ്ങൾ നമുക്ക് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം. അപ്പോൾ ആചാര്യൻ്റെ അഭിപ്രായത്തിൽ ചന്ദ്രൻ മേടൻ രാശിയിൽ നിന്നാൽ, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടൻ രാശിയിൽ ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ദൈവജ്ഞൻ്റെ പ്രയോഗ സാമർഥ്യം പോലെ പ്രശ്ന വിഷയങ്ങളും, താമ്പൂല പ്രശ്നമാണെങ്കിലും അഷ്ടമംഗല പ്രശ്നമാണെങ്കിലും ആ വിഷയങ്ങളൊക്കെ ഇത് വളരെ വൃത്തിയായിട്ട് പ്രയോഗിക്കാം. സാധ്യത കൂടുതൽ, ഒരുപാട് സാധ്യതയുള്ള ഒരു നിയമമാണ് ചന്ദ്രൻ്റെ ആശ്രയ ഫലങ്ങൾ. അത് 12 രാശിയിൽ നിന്നാലത്തെ ഫലങ്ങളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ മേടം രാശിയിൽ നിന്നാലത്തെ ഫലം മാത്രമാണ് പറയണത്. 12 എപ്പിസോഡുകളായിട്ട് നമുക്കത് വിശദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. ശാസ്ത്ര നിയമം: വൃത്താതാമ്രതകൃഷ്ണശാകലഘുവ ക്ഷിപ്രപ്രസാദോടനഃ കാമീ ദുർബലജാനുരസ്ഥിരധര ശൂരോങ്കനാവല്ലഭ സേവാജ്ഞ കുനഘീവ്രണാങ്കിതശിരാ മാനീ സഹോത്ഥാഗ്രജ ശക്തിയാ പാടിതലെങ്കിതോദിജബല തോയേജ ഭീരുക്രിയേ. ഈ ഹോര എന്ന് പറയുമ്പോൾ അതിലത്തെ ശ്ലോകങ്ങളെന്ന് പറയുന്നേക്കാൾ നല്ലത് മന്ത്രങ്ങളെന്ന് പറയണതാണ്. അപ്പം അത്രയ്ക്കും സ്വല്പം വൃത്തവിചിത്രവർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ എന്ന് പറയാം. സ്വല്പേ ഉണ്ടാവുള്ളൂ, അതിന് വൃത്തം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹോര പഠിക്കുക. ഹോര നല്ല ദൈവജ്ഞൻ്റെ അല്ലെങ്കിൽ നല്ല ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് അതിൻ്റെ വിഭക്തി, അന്വയം ഇതൊക്കെ നോക്കി പറയുമ്പോൾ സ്വല്പം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് വിപുലീകരിച്ച് പറയാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രയോഗം. അതാണ് സ്വല്പം. ചില ശ്ലോകങ്ങൾ വൃത്തങ്ങളെ കൊണ്ട് മനസ്സിലാക്കണം. ഏതാണോ വൃത്തം നോക്കി അതിനനുസരിച്ചിട്ടായിരിക്കും അതിനെ പ്രയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൃത്താതാമ്രത് ഉഷ്ണശാഖലഘുവ ഇതിനങ്ങോട്ട് പദം മുറിച്ചാൽ എങ്ങനെ വരിക? ജാതഹ വൃത്താതാമദൃക്ക് അതൊരു പദവും, ഉഷ്ണശാഖ ലഘുഭുക്ക് അത് രണ്ടാമത്തെ പദമായി, ക്ഷിപ്രപ്രസാദ അടനഹ കാമി ദുർബലജാനുഹു അസ്ഥിരതനഃ ശൂരഃ അങ്കനാവല്ലഭഃ സേവാജ്ഞഃ കുനഘി വ്രണാങ്കിതശിര മാനി സഹോത്താഗ്രജഃ ശക്തിയ പാണിതലേ അങ്കിത അതിചപലഃ തോയേ ഭീരൂച ഭവതി. ഇങ്ങനെ ഇതിനെ പദം മുറിക്കേണ്ടി വരും. അപ്പോൾ ലേശ സംസ്കൃതം ഉണ്ട്, ജ്യോതിഷമൊക്കെ സംസ്കൃതമായിട്ട് ബന്ധമുള്ള വിഷയമാണ്, ദേവഭാഷയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഭാഷയിലേക്ക് വരുമ്പോൾ വൃത്താതാമദൃക്ക് എന്ന് പറഞ്ഞാൽ മേടത്തിൽ ജനിച്ചവൻ്റെ കണ്ണുകൾ വൃത്താകാരങ്ങളായിട്ടും ചുകന്നിരിക്കുന്ന കണ്ണുകളുമായിട്ടും ഭവിക്കുന്നതാണ്. അപ്പോൾ അയാൾ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് മേടത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ വൃത്താതാമ്രദൃക്ക് ചുവന്ന വൃത്തത്തോടു കൂടിയ കണ്ണുകളായുള്ള പ്രത്യേകതയാണെന്ന് പറയാം. അങ്ങനെ ഇതിന് പ്രയോഗ സാമർഥ്യം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കേണ്ട കാര്യമാണ്. ഉഷ്ണമായിട്ടുള്ള അന്നത്തെ ഭക്ഷിക്കുന്ന, നല്ല ചൂട് ഇങ്ങനെ ആവി പറക്കണ ഭക്ഷണം ഭക്ഷിക്കുക, അതായുള്ള പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ശാഖലഘുബുക്ക് എന്താ, നമ്മൾ ഇലക്കറി എന്ന് പറയില്ലേ, ഇലക്കറി. അതേപോലെ തന്നെ ലഘുവായിട്ടുള്ള അന്നം വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുക, ചിലപ്പോൾ എപ്പോഴും ഭക്ഷിക്കാം. അതും ഒരു സ്വഭാവമാണ്, മേടം രാശിയുടെ സ്വഭാവമാണ്. എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ കമൻറ്റ് ചെയ്യാം, അപ്പോഴല്ലേ ഇതിനൊക്കെ ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ.
മകരം രാശിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇലക്കറി വളരെ ഇഷ്ടം ഉണ്ടാവുക, ചൂട് പറക്കുന്ന ആവി പറക്കുന്ന ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുക, പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് സന്തോഷമാവും. അയാൾ ഇങ്ങനെ ചൂടായിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാലും ശരി, ഒന്ന് ശാന്തനാക്കിയാൽ വേഗം അയാൾ പ്രസാദിക്കും. പെട്ടെന്ന് അയാൾ എല്ലാവരോടും നന്നായി പെരുമാറാൻ പ്രസാദിക്കുന്നവനായിട്ട് ഭവിക്കും. അതേപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ള ക്ഷിപ്രപ്രസാദോടന കാമിയായിരിക്കും, സുരതപ്രിയനായിരിക്കും. കാമി സുരതപ്രിയൻ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ സഞ്ചാരശീലം അയാളുടെ പ്രത്യേകതയായിരിക്കും. എപ്പോഴും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുക. മാംസപുഷ്ടിയോട് കൂടാത്ത കാൽമുട്ടുകൾ, അത് പ്രത്യേകതയാണ്. ദുർബല ജാനു ആയിരിക്കും എന്ന് പറയുമ്പോൾ മാംസപുഷ്ടിയിലാണ് നമ്മൾ ഇങ്ങനെ പറയും. ഇങ്ങനെ ചില ആൾക്കാരുടെ കാൽമുട്ട് ഇങ്ങനെ 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 പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാൽമുട്ടുകൾ, ഇതൊക്കെ ലക്ഷണശാസ്ത്രമാണ് ശരിക്കും. അവിടെ ശരിക്കും അത് ലക്ഷണശാസ്ത്രത്തെയാണ് ആചാര്യൻ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അസ്ഥിരധനം എന്ന് പറയുമ്പോൾ വളരെ കാലം നിൽക്കാതെ ഉള്ള ധനം. കുറച്ച് കാലം കയ്യിൽ കാശുണ്ടാവും, പിന്നെ പറ്റില്ലാണ്ടാവും, പിന്നെയും ഉണ്ടാവും, പിന്നെയും പോവും. അപ്പോൾ വളരെ കാലം നിലനിൽപ്പില്ലാതെയുള്ള ധനം. കാശുണ്ടോ വെച്ചാൽ കാശുണ്ട്, എന്നാൽ വല്ലവരുടെയും കയ്യിലായിരിക്കും എന്ന് പറയില്ലേ, അതേ ഒരു അവസ്ഥ ഉണ്ടാവുക. വിക്രമഗുണനായിരിക്കുക. അങ്കനാവല്ലഭ സേവാജ്ഞ അസ്ഥിരധന ശൂരോങ്കനാവല്ലഭ. അങ്കനകൾക്ക് വല്ലഭനായിരിക്കുക, സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരിക്കുക. ശൂരനായിരിക്കുക, ശൗര്യത്തോടു കൂടി. ശൗര്യം എന്ന് പറയുമ്പോൾ പരാക്രമം എന്നാണ് അതിൻ്റെ അർത്ഥം. സേവാജ്ഞ, അതായത് സേവാജ്ഞൻ എന്ന് പറയുമ്പോൾ സേവയെ അറിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സേവ എന്ന് പറയുമ്പോൾ വരപ്രസാദം അല്ലേ? സേവ ചെയ്യുക, ഒരാൾക്ക് സേവ ചെയ്തു കൊടുക്കുക, അതിൽ കഴിവുണ്ടായിരിക്കുക. മറ്റുള്ളവനെ സേവിച്ച് കൂടെ നിർത്തുന്നതിൽ പ്രത്യേക സാമർഥ്യം ഉണ്ടായിരിക്കുക എന്നർത്ഥം. സ്ത്രീകൾക്ക് വശകനായിരിക്കുക, സ്ത്രീകൾക്ക് ഇഷ്ടനായിരിക്കുക. കുഴിനഖം ഒരു പ്രത്യേകത. ഇന്ന് കുഴിനഖം എന്നുള്ള അസുഖം ഉണ്ടോയെന്ന് ഇഷ്ടമില്ല, എന്നാലും കുഴിനഖം എന്നുള്ള അസുഖം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ വിരലിനാണെങ്കിലും കാലിൻ്റെ വിരലിനാണെങ്കിലും ഇങ്ങനെ കേടുവരുന്ന ഒരു, നഖത്തിന് കേടുവരുന്ന അവസ്ഥ, അല്ലെങ്കിൽ നഖം ഭംഗിയില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയാം. മറ്റൊരു പ്രത്യേകത എന്താ? വ്രണാങ്കിത ശിരസിൽ ഒരു അടയാളം ഉണ്ടാവുക. അത് മുറിവുണങ്ങിയ പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിക്കയറിയിട്ടുള്ള പറയില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞ അടയാളോ, അതൊക്കെ പ്രത്യേകതയായിരിക്കും. ഇയാളുടെ ശിരസിലാണ്. അല്ലെങ്കിൽ മറുക്, തലയിൽ മറുക് ഉണ്ട് എന്ന് പറയാം. ഈ വ്യക്തിയുടെ തലയിൽ അടയാളം, അങ്ങനെ പറഞ്ഞിട്ട് ശരിയായിട്ടുണ്ട്. ഈ വ്യക്തിയുടെ തലയിൽ ഒരു മുറിവുണങ്ങിയ പാടോ അല്ലെങ്കിൽ ഒരു മറുകോ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ശരിയായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രത്യേക അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ച, അല്ലെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ്. അതേപോലെ തന്നെ വളരെ അഭിമാനിയായിരിക്കുക, സഹോദരന്മാരിൽ വെച്ചിട്ട് കേമനാവുക. ഉള്ളംകൈയിൽ ഉള്ളംകൈ ശക്തിയ പാണിതലങ്കിത, പാണിതലം അതായത് കൈൻ്റെ ഉള്ളിൽ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു രേഖ ഉണ്ടാവും. അത് ഹസ്തരേഖാശാസ്ത്രം അറിയുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി അറിയണം. ശക്തി എന്ന് പറയുന്ന രേഖ ഉണ്ടായിരിക്കും, നല്ലതാണെന്നാണ് പറയുന്നത്. പാണിതലം എന്ന് പറയുമ്പോൾ ഉള്ളംകൈ, അങ്കിതം, അടയാളം എന്ന് പറയാം. അതിചപലൻ, ഏറ്റവും ചപലൻ, ചാബല്യങ്ങൾ ധാരാളം, ഇളകിക്കൊണ്ടിരിക്കുന്നവെന്നർത്ഥം അല്ലേ? ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്തവൻ, അതിചാബല്യത്തോടു കൂടിയവനായിട്ടും. ജലത്തിങ്കിൽ ഭീരുവായിട്ടും ഭവിക്കും. വെള്ളത്തിൽ പേടി, വാട്ടർ ഫോബിയ എന്നാണ് അതിന് പറയുക എന്നാണ് തോന്നുന്നത്. അങ്ങനെയാവും അല്ലേ? അപ്പോൾ വെള്ളത്തിൽ പേടിയുള്ളവനായിട്ടും ജലത്തിങ്കിൽ ഭീരുവായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വെള്ളത്തിലധികം കളിക്കാൻ പോകണ്ട. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ജലത്തിങ്കിൽ ഭീരു എന്നുള്ളതിന് ഗുരുനാഥൻ മറ്റൊരർത്ഥം പറഞ്ഞു തന്നിട്ടുള്ള, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ സാധ്യത കൂടുതലുണ്ട്. അത്ര മേടത്തിൽ ചന്ദ്രൻ ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്നത് കേട്ടിട്ടുള്ള ജീവിതാനുഭവമെങ്കിൽ. ഇതുകൊണ്ട് മാത്രമല്ല, ഇത് കുറേ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് കേട്ടോ. എന്താ? ഇപ്പോൾ ഈ പറഞ്ഞ സ്വഭാവങ്ങൾക്കൊക്കെ ലഗ്നവുമായിട്ട് ബന്ധം ഉണ്ടാവാം. മേടലഗ്നായാലും ഇതൊക്കെ പറയാം. മേടലഗ്നത്തിൻ്റെ സ്വഭാവമായിട്ട് ഇതും പറയാം. അല്ലെങ്കിൽ ലഗ്നാധിപൻ്റെ സ്വഭാവമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. രാശിയുടെ സ്വഭാവം, ഇതിൽ ഏതിനാണോ ബലം. ഇപ്പോൾ മേടം രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടം രാശിയുടെ അധിപതിയായിരിക്കുന്ന ചൊവ്വ, ആ ചൊവ്വയുടെ സ്വഭാവം ആ വ്യക്തിക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ സ്വഭാവം ഉണ്ടാവും. ലഗ്നത്തിലേക്ക് നോക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും.
മേടത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴുള്ളതായ വ്യക്തിയുടെ സ്വഭാവം, ആ ഒരു സ്വഭാവം ഉണ്ടാവും. ഇതിൽ ഏതിനാണോ കൂടുതൽ ബലം അത് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക. ഇത് മേടത്തിൽ നിന്നാൽ ചന്ദ്രൻ നിന്നാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് മാത്രം ഒരു സൂചനയാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ചിലർ പറയും ഇതൊന്നുമല്ല, ഇതൊന്നും സ്വഭാവമല്ല. പക്ഷേ അത് അറിവുള്ള ദൈവജ്ഞൻ നവഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഒരാവശ്യത്തിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഗൗരവത്തോടു കൂടി നോക്കി പറയണ സമയത്ത് ഈ പറയുന്ന ഫലമെല്ലാം ശരിയാവും, യാതൊരു സംശയവും വേണ്ട. അത് ഉറപ്പാണ്. അങ്ങനെ അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ അതെല്ലാം വരാഹമിഹിരനാൽ വിരചിതമായിട്ടുള്ള ഹോരാശാസ്ത്രത്തിലെ പദ്ധതികളാണ്, അതൊരിക്കലും തെറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളോട് പറയാനുള്ള വിശേഷം. അപ്പോൾ ഇനി നമുക്ക് ഇടവരാശിയിൽ ചന്ദ്രൻ നിന്നാലത്തെ ഫലം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.